മോളെ കുറച്ചു നേരം കൂടെ ഇരുന്ന് കളിച്ചോ, അപ്പോഴേക്കും അമ്മ ഫിനിഷ് ചെയ്യാം. സ്നേഹമോളെ, മൊത്തം കണക്ക് കൂട്ടി വന്നപ്പോ കാര്യം ഇതിപ്പോ അപകടത്തിലേക്കാണല്ലോ പോകുന്നത്. എന്തപകടം? ഓർഫനേജിലെ ആളുകൾ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സ്നേഹമോള് പറഞ്ഞപ്പോ ഇത്രയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോ കയ്യിൽ നിൽക്കുന്ന പരുവല്ലല്ലോ. ഫാദർ, ഇവിടെ ഇപ്പൊ 2 വഴികളുണ്ട്. വളരെ സിമ്പിളായിട്ട് ഓർഫനേജിലെ സൗകര്യങ്ങൾ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാം. ഈ പലഹാരങ്ങൾ ഉണ്ടാക്കുക, അച്ചാർ ഉണ്ടാക്കുക, എന്നിട്ട് ഓർഫനേജിലെ അമ്മമാരുണ്ടാക്കിയതാണ്, ഓർഫനേജിലെ കുട്ടികൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് നടന്ന് വിൽക്കുക. സംഗതി ശരിയാ, ചിലരൊക്കെ കാരുണ്യത്തിന്റെ പേര് പറഞ്ഞ് അതൊക്കെ വാങ്ങിക്കും. പക്ഷെ അത് കുറച്ചു പേരല്ലേ ഉള്ളൂ. നമ്മളെ മാറി ചിന്തിക്കണം. മാർക്കറ്റിലുള്ള പ്രോഡക്ട്സിനോട് നമ്മൾ മത്സരിക്കണം. എന്നാലേ നമുക്ക് മുന്നിലെത്താൻ പറ്റൂ. അത് തന്നെയല്ലേ വേണ്ടത്. അത് സംഗതി ശരിയാണ്. പക്ഷേ ഓർഫനേജിന് നീക്കിരിപ്പിൽ ഇത്രയും തുകയില്ലല്ലോ. അതെന്താ, ഇടവക മൊത്തം ദാരിദ്ര്യമൊന്നും അല്ലല്ലോ. പണം സംഘടിപ്പിക്കാൻ പറ്റില്ലേ? ഫാദർ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നു പറഞ്ഞ സംഭാവനയായിട്ട് കുറച്ച് പണം കിട്ടില്ലേ? പിന്നെ പ്രധാനപ്പെട്ട കുറച്ചു പേരെ കണ്ടെത്തിയിട്ട് കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറയണം. അത് തിരികെ കൊടുക്കുമെന്ന ഉറപ്പിലാണ്. ലാഭം ഉണ്ടാക്കുകയും തിരികെ കൊടുക്കുകയും വേണം. മോൾ എങ്ങോട്ടായി പോകുന്നു? ഫാദറെ, റിസ്ക് എടുക്കാതെ ഇക്കാലത്ത് ബിസിനസ് ചെയ്യാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഒരു കാര്യം സത്യമാണ്, നമ്മൾ നമ്മുടെ ദാരിദ്ര്യമാണ് വിൽക്കാൻ ശ്രമിക്കുന്നത്. അതിന് മാർക്കറ്റ് വലിയ വിലയൊന്നുമില്ല. സ്നേഹമോളുടെ ഇപ്പോഴത്തെ സംസാരം കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? മോള് MBBS അല്ല MBA പഠിക്കേണ്ടിയിരുന്ന. ഞാനിതിനു വേണ്ടി കുറെ സമയം ചെലവഴിച്ചു. കുറെ പേരായിട്ട് സംസാരിക്കുകയും ചെയ്തു. കുറെ പേരുടെ അനുഭവവും കേട്ടു. അതില് ഒരു സ്ഥലത്തും ഇങ്ങനെയല്ലാതെ മറ്റൊന്നും ഞാൻ കേട്ടില്ല. ഈ ചന്ദനത്തിരിയും മെഴുകുതിരിയും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നവർക്ക് അതൊരു നേരം പോക്കും ചെറിയ ലാഭവും മാത്ര. നമുക്കിത് വലുതായിട്ട് ചിന്തിക്കാം ഫാദർ. എന്തെങ്കിലും നേട്ടം ഉണ്ടായാ അത് അവർക്ക് തന്നെ വീതിച്ചു കൊടുക്കാനുള്ളതല്ലേ? ശരി, ഓർഫനേജിൽ എല്ലാവരോടുമായിട്ടും സംസാരിച്ചിട്ട് അവരുടെ അനുവാദത്തോടു കൂടി നമുക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാം. അല്ല, ഇതല്ലാതെ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? പ്ലാൻ ഒരുപാടുണ്ട്. പക്ഷെ എല്ലാം കൂടി ഞാനിപ്പോ അവതരിപ്പിച്ചാല് ഫാദർ എന്റെ മുമ്പിൽ ബോധം കിട്ടി വീഴും. അമ്മേ, അവിടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ജോലി ചെയ്യുമ്പോ എന്നെയും കൂടി എടുക്കോ? പിന്നെ അവിടെ ട്രീസമോള് ജോലിയെടുക്കും, അമ്മ ജോലിയെടുക്കും, ഫാദറും ജോലിയെടുക്കും. ഫാദറിന് എന്ത് ജോലിയാ കൊടുക്കുക? അതോർത്ത് ട്രീസമോള് വിഷമിക്കണ്ട. ഈ ഫാദർ എന്ത് ജോലി വേണേ ചെയ്തോളാം. ഫാദർ, ട്രീസമോൾക്കടക്കം ചെറിയ പ്രായത്തിൽ നിന്ന് കൊള്ളാവുന്ന ട്രെയിനിങ് കൊടുക്കണം. അപ്പോ അവര് പഠിച്ചു പുറത്തിറങ്ങുമ്പോ വിദ്യാഭ്യാസം മാത്രമല്ല, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു തൊഴിലുകൂടി അവരുടെ കയ്യിലുണ്ടാവും. അങ്ങനെയുള്ളവര് തോറ്റുപോയില്ലല്ലോ. എന്താ ഫാദർ നോക്കുന്നേ? നല്ല മോളെ, ഞാൻ ചിന്തിക്കുകയായിരുന്നു. മനുഷ്യർ അവരുടെ ബുദ്ധിയും ബോധവും ഒക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അയാള് നമുക്കൊരു ശല്യവും പ്രശ്നവും ഒക്കെ ആയിരിക്കും. പക്ഷെ അതേ ബുദ്ധി അയാൾ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അയാൾ എല്ലാവരെയും അതിശയിപ്പിക്കും. എന്റെ കാര്യമല്ലേ, ഫാദർ പേടിക്കണ്ട. ഉള്ള ബുദ്ധി ഇനി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചോളാം, പോരെ? കല്യാണം എന്നാണെന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ. എന്നാലല്ലേ ഞാൻ ഇവിടെ ഉണ്ടോന്ന് പറയാൻ പറ്റൂ. എവിടെയായാലും ഇവിടെ വന്നേ പറ്റൂ. അക്കാര്യം ഞാൻ ഏറ്റു. കുട്ടിച്ചനും ലക്ഷ്മിയമ്മയ്ക്കും ഞങ്ങളല്ലാതെ വേറെ ബന്ധുക്കൾ ആരുമില്ല. അപ്പൊ പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ടായില്ലേ പറ്റൂ. ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് അറിയോ അമ്മേ? എന്താ? കല്യാണത്തിന് ഞാൻ എവിടെ നിൽക്കുമെന്നാ. അതെന്താ നിനക്കിപ്പോ അങ്ങനെ തോന്നാൻ? അല്ല, ഞാൻ ആകാശേട്ടനായിട്ടും നല്ല കമ്പനിയാണല്ലോ. അങ്ങനെ നോക്കുമ്പോ ആകാശേട്ടന്റെ കല്യാണത്തിന് ചേട്ടന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്. പക്ഷെ കുട്ടിച്ചന്റെ വീട്ടിൽ നിന്നില്ലെങ്കിൽ കുട്ടിച്ചന് വിഷമാവുകയും ചെയ്യും. ആകാശേ, ഇവൻ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ചില നേരത്തെ ചില ഗംഭീര സംഭവങ്ങൾ പറഞ്ഞു കളയും. അതെ, ഇയാളൊരു കാര്യം ചെയ്യും. ഇപ്പൊ തന്നെ ആകാശിന്റെ കൂടെ അങ്ങ് പൊയ്ക്കോ. കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നാ മതി. എതുകൂട്ടാ, എന്നാ നമുക്കങ്ങ് പോയാലോ? എക്സ്ക്യൂസ് മീ, ഐ എം ആകാശ്. കുട്ടിച്ചന്റെ വീട്ടിലെ കമലയെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഞാനാ. ഈ കുട്ടിച്ചനും കുട്ടിച്ചന്റെ വീട്ടിലുള്ള കമലയും ലോകപ്രശസ്തരായ സംഭവമൊന്നും അല്ലല്ലോ മോനെ.
പിന്നെ എന്തിനാ അത് പറയുമ്പോ ഇത്ര ഗൗരവം? സാറിന്റെ കണക്കില് ഞങ്ങൾ വളരെ നിസ്സാരക്കാരായിരിക്കും. പക്ഷേ എന്നിട്ടും എന്നെ തീർത്തു കളയാൻ ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട് അല്ലേ? എനിക്കറിയാം, അത് എന്നോടുള്ള വിരോധമല്ല, കുട്ടിച്ചനോടുള്ള പകയാണെന്ന്. എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഓരോരുത്തരെ തെരഞ്ഞുപിടിച്ച് കൊണ്ടുവരായിരിക്കും അല്ലേ? അവരെ വെറുതെ സംശയിക്കേണ്ട സാർ. അവര് വിളിച്ചതല്ല, ഞാനായിട്ട് വന്നതാ. നിന്നെ ഏതെങ്കിലും തരത്തിൽ ഞാൻ ഉപദ്രവിച്ചോ? ഇല്ലേ? കുറച്ചു മുമ്പ് എന്നെ കൊല്ലാൻ വേണ്ടി എനിക്ക് നേരെ പാഞ്ഞു വന്ന കാറ് സാറ് പറഞ്ഞയച്ചിട്ട് വന്നതല്ലേ? ആന്റി ക്ഷമിക്കണം, ഞാനിത് പറയാഞ്ഞിട്ടാ. ഒരല്പം ഭാഗ്യമുണ്ടായിരുന്നതുകൊണ്ടാ ഞാൻ ആ കാറിന് മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത്. റോഡിൽ പല ആക്സിഡന്റുകളും ഉണ്ടാവും. അതിന്റെ ഉത്തരവാദിത്വം പറയേണ്ടത് ഞാനല്ല. പരാതിയാണെങ്കിൽ കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലുമാണ്. ഇനി വണ്ടി ഓടിച്ചിരുന്നത് ഞാനായിരുന്നത് കണ്ടുപിടിച്ചിട്ടുണ്ടോ? എന്റെ നേരെ പായുന്നൊരു വണ്ടി ഓടിച്ചത് നിങ്ങളായിരുന്നില്ല എന്ന് എനിക്കറിയാം. അതിന് വേറൊരുത്തനുണ്ടല്ലോ, രാഹുൽ, നിങ്ങളുടെ പങ്കാളി. ഒന്ന് സംസാരിച്ചിട്ടാ ഞാനും അവനും പിരിഞ്ഞത്. അവൻ വന്ന റൂട്ട് എനിക്ക് മനസ്സിലായത് കൊണ്ടാ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. ഈ പറഞ്ഞ കാര്യമൊന്നും എനിക്കറിയില്ല. ഒരു മിനിറ്റ്. ഞാനൊരു പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു. ആ പെണ്ണ് നിൽക്കുന്ന കുടുംബത്തിനെ സംരക്ഷിക്കാനും തീരുമാനിച്ചു. അതിന്റെ പേരിൽ വീരവാദം പറയുകയാണെന്ന് കരുതരുത്. എന്റെ പൊന്നു സാറേ, അത്യാവശ്യം കൊണ്ടും കൊടുത്തും ശീലമുണ്ട് എനിക്കും. അതിന് പറ്റിയ ഉശിരൻ ചങ്ങാതിമാരുമുണ്ട്. അതുകൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച പകരം ഞങ്ങൾ കീറി മുറിക്കും. അത് ഈ മുഖത്ത് നോക്കി പറയാനാ ഞാൻ വന്നത്. കുട്ടിച്ചനോടുള്ള പകയൊക്കെ പഴയ കണക്കല്ലേ? അതൊക്കെ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. അങ്ങേർക്കുണ്ടായ നഷ്ടമൊന്നും സാറിനില്ലല്ലോ. അപ്പൊ ആന്റി, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. വരട്ടെ. ഇങ്ങനെയൊക്കെ നടന്നെങ്കിൽ ആകാശേട്ടൻ വന്ന നന്നായി അമ്മേ. അച്ഛനെ അധികം അളകില്ല. പിടിച്ചു നിർത്തി ചോദിക്കണം അവനോട്. ചോദിച്ചിട്ട് എന്തിനാമ്മേ? വെറുതെ കിടന്ന് ബഹളം വയ്ക്കും. അമ്മേ, ആകാശേട്ടന്റെ കാര്യത്തിൽ എനിക്കൊരു പേടിയുമില്ല. ആകാശേട്ടൻ നല്ല ഇടിയിടിക്കും. സംസാരിക്കുന്ന കേട്ടാ അറിയാം. ആരും ആകാശിനെ അധികം പ്രോത്സാഹിപ്പിക്കാനൊന്നും നിൽക്കണ്ട. ഇനി ഇതിനുള്ള മറുമരുന്ന് എന്താണാവോ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്? രാഹുൽ! രാഹുൽ! എന്താ അങ്കിൾ, വിളിയുടെ ശബ്ദം കേട്ടിട്ട് എവിടെ തീ പിടിച്ച പോലെ തോന്നുന്നുണ്ടല്ലോ. ആരാ തീ കൊളുത്തിയത്? കുട്ടിച്ചന്റെ വീട്ടിൽ നിന്നും കമലയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആകാശിനെ നീ എന്താ ചെയ്തത്? ഓ, അതറിഞ്ഞോ? കൊല്ലാനാ നോക്കിയത്, പക്ഷെ ജസ്റ്റ് മിസ്സായിപ്പോയി. പക്ഷെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവനെ ആളല്പം പെശക. എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് മുമ്പ് എന്നോടൊന്ന് ആലോചിച്ചൂടെ? അതിന്റെ ആവശ്യം എന്താ? ഏത് മാർഗത്തിലായാലും അവനെ കൊല്ലണമെന്ന് ആരാ പറഞ്ഞത്? എന്നെ ആരാ നിർബന്ധിച്ചത്? ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങൾ നീക്കരുത്. അങ്കിൾ എന്നോട് ഓർഡർ ചെയ്യണോ? അങ്കിളെ, അടുപ്പമുള്ളവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പക്ഷേ അടുപ്പത്തിന്റെ പേരിൽ എന്നെ ഭരിക്കാൻ വന്ന ചെയ്യാനുള്ളതെല്ലാം അയാളോടായിരിക്കും ഞാൻ ചെയ്യുക. ഇപ്പൊ എന്താ പ്രശ്നം? അവൻ വീട്ടിൽ കയറി വന്നു, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ വെല്ലുവിളിച്ചു, നാണം കെടുത്തി. ഞാൻ പറഞ്ഞില്ല അവൻ മിടുക്കനാണെന്ന്. ആട്ടെ, എന്നിട്ട് അങ്കിൾ എന്താ ചെയ്തേ? ഡോക്ടർ മൈഥിലിയുടെയും മക്കളുടെ മുമ്പില് തല താഴ്ത്തി നിന്ന് കൊടുത്തു അല്ലേ? അല്ലെങ്കിലും അതാണല്ലോ ശീലം. ഞാൻ അറിയാത്ത കാര്യത്തിന് ഒരാൾ എന്റെ മുമ്പിൽ വന്ന് നിന്ന് വെല്ലുവിളിക്കുമ്പോ എനിക്ക് വേറെന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ഞാൻ പറയാം. ഇനി ഞാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ രാഹുൽ ഇടപെടുകയാണെങ്കിൽ അത് എന്റെ അനുവാദത്തോടു കൂടി മാത്രമായിരിക്കണം. അതെനിക്ക് നിർബന്ധമാണ്. പണ്ടത്തെ സാരംഗ മുതലാളി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടോ? പക്ഷെ എന്ത് ചെയ്യാനാ, അവസ്ഥ അല്പം ക്ഷീണമായിപ്പോയി. അല്ല, ഇന്നത്തെ അവന്റെ വരവോടുകൂടി
കുട്ടിച്ചനോടുള്ള പകയെ അവസാനിച്ച് പോയോ മനസ്സിന്ന്? നിന്റെ പരിഹാസം കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ പരിഹസിക്കും? ഇതാ ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നട്ടൽ ഉറപ്പോടെ നിന്നിട്ടും ഒരു വകയ്ക്ക് കൊള്ളാത്ത കുട്ടിച്ചനെയും അയാൾക്ക് വരാൻ പോകുന്ന പേരക്കുട്ടിയുടെ ഭർത്താവിനെയും അങ്കിള് പേടിക്കുകയാണെങ്കിലേ ഞാൻ പരിഹസിക്കും. ഇതല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് എന്നെ വെല്ലുവിളിച്ചു. നാളെ നേരം വെളുക്കുന്നതിന് മുൻപ് അവനതിന് മറുപടി കൊടുത്തിരിക്കണമെന്ന് അങ്കിള് പറയുവാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. വേണ്ട, ഒന്നും ചെയ്യണ്ട. കൊള്ളാം. ഭയം എന്തെന്ന് അറിയാത്തതുകൊണ്ട് ഭയമുള്ളൊരാളെ കൂടെ കൂട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അങ്കിളിന് എൻ്റെ ഒപ്പം നിൽക്കണമെങ്കിൽ ഈ ശീലം ശരിയല്ല. ഞാൻ നിങ്ങളെ ജയിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഡോക്ടർ മൈഥിലിക്കും മക്കൾക്കും കുട്ടിച്ചനും മുമ്പിൽ ഒരിക്കലും തോൽക്കാത്തവനായി നിങ്ങളെ നിർത്താൻ. തീരുമാനം അങ്ങനെയാണെങ്കിലേ നമ്മൾ തമ്മിൽ മുന്നോട്ട് പോകുന്നുള്ളൂ. ഇപ്പം എൻ്റെ മനസ്സ് ഇതിനൊന്നും മറുപടി പറയാൻ പറ്റിയ അവസ്ഥയിലല്ല. രാഹുൽ തനിച്ചാണ്. കുറച്ച് കൂട്ടുകാരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഞാനൊരു കുടുംബത്തിൽ നിന്നും വെളിയിൽ വന്നവനാണ്. എനിക്ക് ചിന്തിക്കാതെ പ്രവർത്തിക്കാൻ പറ്റില്ല. എന്താണ് പതുക്കെ പതുക്കെ ഡോക്ടർ മൈഥിലിയോടും കുടുംബത്തോടും അടുപ്പം തുടങ്ങിയ? കുടുംബസ്ഥന്മാരെ പേടിക്കണമല്ലോ. അതൊരിക്കലും ഉണ്ടാവില്ല. എൻ്റെ ശത്രുക്കളുടെ ലിസ്റ്റിൽ 1-ാം സ്ഥാനം മൈഥിലിക്ക് തന്നെയാ. എൻ്റെ നാശത്തിൽ ചിരിക്കുന്നവരുടെ യഥാർത്ഥ നാശം എനിക്ക് കാണുകയും വേണം. അത് രാഹുൽ നിശ്ചയിക്കുന്ന വഴിയിലല്ല, ഞാൻ നിശ്ചയിക്കുന്ന വഴിയിൽ നടക്കണം. ഉണ്ടായിരുന്ന കോടികളെ സാരംഗിൽ നിന്ന് ഒലിച്ചു പോയിട്ടുള്ളൂ. എൻ്റെ മനക്കരുത്ത് പോയിട്ടില്ല. എടോ, മൈഥിലി വിളിച്ചോ? ഇല്ല, എന്തേ? അല്ല, സാരംഗ് അടുത്ത പരിപാടി തുടങ്ങി. കുട്ടിച്ചന്റെ വീട്ടിലെ കമലയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആകാശില്ലേ, അവന്റെ ദേഹത്ത് വണ്ടി ഇടിച്ച് കയറ്റാൻ രാഹുൽ ശ്രമിച്ചു. എന്നിട്ട് ആ പയ്യന് വല്ലതും പറ്റിയോ? അവനൊന്നും പറ്റിയിട്ടില്ല. അവൻ പിന്നെ വേറൊന്നും നോക്കിയില്ല. നേരെ മൈഥിലിയുടെ വീട്ടിലേക്ക് അങ്ങ് ചെന്നു. സാരംഗിനെ പിടിച്ചു നിർത്തി സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ നാളുകൾക്ക് ശേഷം നല്ലൊരു ആൺകുട്ടിയെ കണ്ടു. ഇയാളിത് എന്ത് കണ്ടിട്ടാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നേ? കൂട്ടത്തിനും ആ ഫ്രോഡ് രാഹുലും രണ്ടിനെയും നാട്ടിൽ നിന്ന് തന്നെ തല്ലി ഓടിക്കാ വേണ്ടത്. എന്ത് ചെയ്യാനാടോ? ആരാ അതിന് മുന്നിട്ടിറങ്ങുന്നത്? കാശ് കൊടുത്തിട്ടായാലും ആരെങ്കിലും വെച്ച് നല്ല 4 കൊടുക്കണം. അത് ശരിയാണോ? പിന്നെ സത്യത്തില് ആകാശ് ചെയ്താണ് ശരി. ആർക്കാണോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അവര് പ്രതികരിക്കുക. ആവണി എവിടെ? അവള് മുറിയിലുണ്ട്. എന്തിനാണോ ഒറ്റയ്ക്ക് ഇരുത്തിയിരിക്കുന്നത്? തനിക്ക് അവളെ വിളിച്ച് കൂടെ ഇരുത്തിക്കൂടെ? ഞാൻ വിളിക്കാതിരിക്കോ? അവളെ ഇറങ്ങി വന്നാലല്ലേ? എടോ, അവളെ ഒന്ന് പെട്ടെന്ന് ഫ്രീ ആക്കി വിടണം. അതിനെന്തെങ്കിലും ഐഡിയ ഉണ്ടോ തനിക്ക്? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാടോ. കുറച്ചു മുൻപ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോഴേ അവളെ എന്നെ പേടിപ്പിക്കുന്നൊരു വർത്താനം പറഞ്ഞു. എന്ത്? അവൾക്കൊരു മനസ്സമാധാനം കിട്ടിക്കോട്ടെ എന്ന് കരുതി 2 ദിവസം കഴിഞ്ഞ് അമ്പലത്തിൽ പോവാന്ന് ഞാൻ പറഞ്ഞു. സാറിന്റെ ചടങ്ങുകൾ കഴിയാതെ എങ്ങനെ അമ്പലത്തിൽ പോവാന്ന് അവൾ എന്നോട് ചോദിച്ചു. സാധാരണ ഏറ്റവും അടുത്ത ബന്ധമുള്ളവരല്ലേ പുലയെടുക്കുന്നതും മറ്റുമൊക്കെ. അത് കേട്ടപ്പോ മുതല് അവള് ജീവനെ അങ്ങനെ കണ്ടിരുന്നത് കൊണ്ട്. ഏയ്, അങ്ങനൊരു സ്ഥാനമൊന്നും മനസ്സിൽ കണ്ടിട്ടുണ്ടാവില്ല. വളരെ അടുപ്പമുള്ള ചിലര് നമ്മളെ വിട്ടു പോകുമ്പോ അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യില്ലേ? അങ്ങനെ നമ്മളും ചിന്തിക്കില്ലേടോ. ഞാനെവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട്, കല്യാണം കഴിയാത്ത 2 പേരിൽ പുരുഷൻ മരിച്ചു കഴിഞ്ഞ് അയാളുടെ ഭാര്യയായി സ്വയം വിശ്വസിച്ചുകൊണ്ട് സ്ത്രീ ബാക്കിയുള്ള കാലങ്ങൾ ജീവിച്ചു തീർക്കുക. കൂടുതലും വായിക്കുന്നവരൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നതേ. താനൊന്നും മിണ്ടാതിരിക്കടോ. വായനാശീലമുള്ളവരൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എടോ, ചിലപ്പോൾ ലക്ഷത്തിൽ ഒരാൾ അങ്ങനെയൊക്കെ ചെയ്യുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. അത് മിക്കവാറും പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു പോയവരായിരിക്കും. അങ്ങനെ ഒറ്റപ്പെട്ടു പോവാൻ നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ അവളുടെ കൂടെ ഉള്ളിടത്തോളം കാലം അവൾക്കൊന്നും സംഭവിക്കില്ല. എന്റെ പേടിയുണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എടോ, 1-2 ദിവസം കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ അവളെയും കൊണ്ടൊന്ന് പുറത്തു പോകണം. ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നൊക്കെ മാറി മനസ്സ് തുറന്ന് അവളോടൊന്ന് സംസാരിക്കാം.
അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്മായിയുടെ അടുത്തേക്കൊന്ന് പോവാം. അമ്മായി ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിരിക്കുക. അമ്മായിയുടെ അടുത്തേക്ക് വേണ്ട. ഈ മുറിവുകളൊക്കെ ഉണങ്ങിയിട്ട് അവര് പരസ്പരം കണ്ടാൽ മതി. മാവങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്ന് കരഞ്ഞ് എന്തെങ്കിലും വരുത്തി വെക്കണ്ടോ? അവള് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ? ഒരുപാട് നിർബന്ധിച്ച. ഭക്ഷണം കഴിപ്പിക്കണം. അതിൽ വിട്ടുവീഴ്ച കാണിക്കരുത്. എങ്ങോട്ടിറങ്ങുമ്പോഴും അവളുടെ കരയുന്ന മുഖം മനസ്സിൽ. അവളൊന്ന് സമാധാനിച്ചാല് ഈ പ്രഷർ ഒന്ന് മാറിയേനെ. ദേ, ഇത്തിരി മുൻപ് കുട്ടിച്ചനും ഞാനും നിങ്ങളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ ചുമ്മാ. ഇത് എല്ലാവരും ആരെങ്കിലും കാണുമ്പോ സ്ഥിരം പറയുന്ന ഡയലോഗാ. അല്ലടാ, നീ കുട്ടിച്ചനോട് ചോദിച്ചു നോക്ക്. ഒന്ന് വിളിക്കണമെന്നും പറഞ്ഞു ഞാൻ. അവൻ വെറുതെ പറഞ്ഞല്ലേ ലക്ഷ്മി അമ്മ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ രണ്ടാളും ഞങ്ങളുടെ കാര്യം എപ്പോഴും പറയുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കുട്ടിച്ചനും കമലയൊക്കെ എന്തേ? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടേ. ആ, പറമ്പിലൊക്കെ ഒന്ന് കുത്തിക്കിളച്ചു. ആകെ വേർത്തു. എന്നാ പിന്നെ ഒരു കുളി ആയിക്കോട്ടെ എന്നങ്ങ് കരുതി. കമലെ, ആകാശ് എന്താ പറഞ്ഞേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ആകാശ് ഇന്ന് കമലയെ വിളിച്ചില്ലേ? ഇല്ല ആന്റി. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുറച്ചു മുമ്പ് ആകാശ് അവിടെ വന്നിരുന്നു സാരംഗിനെ കാണാൻ. സാരംഗിനെ കാണാനോ? സാരംഗിനെ കണ്ടിട്ട് അവനെന്താ? അച്ഛന്റെ കൂടെ കിടക്കുന്ന ആ രാഹുലില്ലേ, ആകാശേട്ടനെ വണ്ടി അടിച്ച് കൊല്ലാൻ നോക്കി. ഈശ്വര, സത്യമാണോ മൈഥിലി? അതെ ലക്ഷ്മിയമ്മേ. ആകാശ് ഈ വിവരം അവിടെ വന്ന് പറഞ്ഞപ്പോ സാരംഗിനെ കാണണ്ട, സംസാരിക്കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ സാരംഗ് വന്ന് ആകാശ് സംസാരിച്ചിട്ട് തന്നെയാ പോയത്. സംസാരം എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ സംസാരം. അച്ഛൻ ഞെട്ടിപ്പോയി. ആകാശേട്ടൻ കണ്ടതുപോലെ അല്ലാട്ടോ, ആൾക്ക് നല്ല ധൈര്യ. എന്നിട്ട് എന്നോട് എന്താ അവൻ പറയാതിരുന്നേ? ചിലപ്പോ മോളെ പേടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാവും. കുട്ടിച്ച, അവന്റെ ഉദ്ദേശം വ്യക്തമാണ് ലക്ഷ്മി. കുട്ടിച്ചന്റെ വീട്ടിൽ നിന്ന് ഒരു ബന്ധുത്വം എടുത്താലോ, ഇനി അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ പോലും അപകടമാണെന്ന് ആകാശിനെ ബോധ്യപ്പെടുത്തണം. എന്നിട്ട് അതുവഴി ആകാശ് പിന്മാറാൻ സാധ്യതയുണ്ടെങ്കിൽ സാരംഗിന് ജയിക്കാം. എന്നിട്ടോ നീയോ ഞാനോ ചെന്ന് സാരംഗിന്റെ കാല് പിടിക്കണം, മോളുടെ കല്യാണം നടത്താൻ വേണ്ടി. മനസ്സിലായോ? ആകാശിന്റെ രീതികളിൽ നിന്ന് അവനങ്ങനെ പിന്മാറുന്ന ഒരാളല്ല. ഇന്ന് നടു റോഡിൽ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയവൻ നാളെ അതിൽ കൂടുതൽ ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ്? നമ്മുടെ എല്ലാം തലയ്ക്ക് മീതെ വളർന്നൊരു പാഴ്മരമായിട്ട് അവനങ്ങനെ നിൽക്കുക. വെട്ടേണ്ട സമയത്ത് വെട്ടിയിരുന്നെങ്കിൽ ഇന്ന് പേടിക്കേണ്ടി വരില്ലായിരുന്നു. കുട്ടിച്ചനിപ്പോ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. കമലെ, നീ ഒന്ന് ആകാശിനെ വിളിക്ക്. പറ്റുമെങ്കിൽ ഒന്ന് വരാൻ പറയണം. എന്നിട്ട് എല്ലാവരും കൂടി ഒന്ന് സംസാരിക്കുമ്പോൾ ആകാശിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോളും. ശരി ആന്റി. ആ, പിന്നെ യാമി മോളും കമലയും ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ആവണിയെ പോയി കാണണം, അവളുടെ അടുത്തിരിക്കണം. പറ്റുമെങ്കിൽ അവളെയും കൂട്ടി ഒന്ന് പുറത്തേക്ക് പോകണം. ഒരു പക്ഷേ മറ്റുള്ളവർ മാറ്റിയെടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് അവളെ മാറ്റിയെടുക്കാൻ സാധിച്ചു എന്ന് വരും. പേടിക്കല്ലേ ലക്ഷ്മിയമ്മേ. സാരംഗിന് ക്രൂരതയുണ്ടെന്ന് വിചാരിച്ച് നമുക്കൊന്നിച്ച് ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. നിങ്ങളൊക്കെയുള്ള ധൈര്യമുണ്ട്. ഈ വയസ്സുകാലത്ത് ഇങ്ങനെ വേട്ടയാടുന്നതിലുള്ള ഭയവും ഉണ്ട്. മോളൂസേ, എന്താ ഡ്രസ്സ് കൂട്ടി നിങ്ങൾ പോകണ്ടിരുന്നത്? അച്ഛൻ വിചാരിച്ചു നിങ്ങൾ വീട്ടിലായിരിക്കുന്നു. ഇത് അച്ഛന്റെ വീടല്ലേ? കൊച്ചു കൊള്ളി. അമ്മയുടെ അമ്മ ഫാദറിന് വെള്ളം കുടിപ്പിച്ചോണ്ടിരിക്കുക. അതെന്താ? അമ്മ കുറെ കാശിന്റെ കണക്ക് പറയും, പിന്നെ ഫാദർ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നത് കാണാം. അത് ശരി. എന്നാ വാ, അകത്തേക്ക് വാ. വാ.
ആ ഫാദർ ഇവിടെ തലയിറങ്ങി കിടക്കണമെന്നല്ല മോള് പറഞ്ഞു. കൂട്ടി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലടാ. സത്യത്തിൽ എൻ്റെ തലയുടെ വെളിപോയിട്ടായിരിക്കുന്നു. തുടങ്ങാൻ വെച്ചിരുന്ന ബിസിനസിന്റെ എസ്റ്റിമേറ്റും ലക്ഷ്യമൊക്കെ ഞാനൊന്ന് പറഞ്ഞതാ. അതാ ഫാദർ പറഞ്ഞേ. ഫാദർ ഡാ, ഞാൻ നിന്നോടൊരു നല്ല കാര്യം പറയട്ടെ. സ്നേഹയ്ക്ക് നല്ലൊരു ബിസിനസ് തുടങ്ങി കൊടുത്താൽ നല്ലതാ. പ്രത്യേകിച്ച് ഈ വനിതാ സംരംഭകരൊക്കെ കൂടുതലാണല്ലോ ഇപ്പോൾ. നമ്മൾ പത്രത്തിലൊക്കെ കാണാറില്ലേ വിജയം കൈവരിച്ചവരുടെ ലിസ്റ്റിൽ ചില സ്ത്രീകളൊക്കെ തലയുർത്തി പിടിച്ചു നിൽക്കുന്നത്. എടാ, ഇവൾക്ക് അതിനുള്ള കഴിവുണ്ട്. എടോ, എന്നാ പിന്നെ നമുക്ക് അങ്കിളുമായിട്ടൊന്ന് ആലോചിച്ചാലോ? അങ്കിളിൻ്റെ കയ്യിലാണല്ലോ പണമുള്ളത്. ഓ, നമ്മളിതങ്ങ് സീരിയസ് ആയിട്ട് എടുത്തോ? ഫാദർ അരുണിനോട് ഇപ്പൊ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഓർഫനേജിലെ ബിസിനസ്സിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്തുന്നതിനെ കുറിച്ച് ഞാൻ ഫാദറിനോട് പറഞ്ഞു. അതിനുള്ള വഴിയും പറഞ്ഞു. അത് ഫാദറിന് പറ്റില്ല. അതിന് ഞാൻ ഒഴിഞ്ഞു മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ വേറെ ബിസിനസ്സിന് പോണം. അപ്പൊ പിന്നെ എന്നെ കുറിച്ച് ദോഷം പറഞ്ഞതുമില്ല. കാര്യം അവിടെ അവസാനിച്ചേ. സത്യം അതല്ലേ ഫാദറെ?